ഒരു ജീവിതം തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ മറ്റൊരു അഭ്യർത്ഥന. അത് CPM-കാര് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇറങ്ങില്ല. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ടിരിക്കുക. ഈ നാണം കെട്ടി ജോലിയില്ല ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കും. ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത് ഭയങ്കര റിസ്ക്കാണ് പോകുന്ന ആളുകൾക്ക്. നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ വിവിധ ദുരിതബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശനം നടത്തി. അദ്ദേഹത്തിനൊപ്പം ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ്, MLA-മാർ അടക്കം ഉണ്ടായിരുന്നു. ആദ്യം ആറന്മുള PW റെസ്റ്റ് ഹൗസിൽ അവലോകന യോഗം ചേരുകയും തുടർന്നാണ് ആറന്മുളയുടെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയത്. കടുത്ത മഴയെയും അവഗണിച്ചും അദ്ദേഹം സന്ദർശനം നടത്തി. എന്നാൽ ആളുകളുടെ തിരക്ക് പലയിടങ്ങളിലേക്കും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം VD സതീശനെ കാത്തുനിന്ന ആളുകൾ, അദ്ദേഹത്തിനോട് നേരിട്ട് പരാതി പറയുന്നതിനായി ശ്രമിച്ച ആളുകളൊക്കെ നിരാശപ്പെടുത്തി അദ്ദേഹം സന്ദർശനം നടത്താതെ, കാരണം കടുത്ത മഴയായിരുന്നു, കൂടാതെ ആളുകളുടെ എണ്ണം വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയായിരുന്നു. ആറന്മുള അദ്ദേഹത്തിൻ്റെ സന്ദർശനം നടത്തുന്നതിന് ഉൾപ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നതിനായി വള്ളം ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് ആ വള്ളത്തിൽ കയറാൻ കഴിഞ്ഞില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ, ദുരിതബാധിത പ്രദേശങ്ങളൊക്കെയാണ് ആദ്യം അദ്ദേഹം സന്ദർശനം നടത്തിയത്. പിന്നീട് റാന്നിയിലേക്ക് വരികയായിരുന്നു. റാന്നി SM ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും അവരുടെ പരാതി സ്വീകരിക്കുന്നതിനുമായി പ്രത്യേക യോഗം സംഘടിപ്പിച്ചിരുന്നു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. റാന്നി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ പരാതിയുമായി അവിടേക്ക് എത്തി. മുഖ്യമന്ത്രി VD സതീശന് നേരിട്ട് പരാതി നൽകുകയും ചെയ്തു. അങ്ങനെ വീട് പൂർണ്ണമായും നഷ്ടമായ ആളുകളുണ്ട്. വീട്ടിലേക്ക് പോകാൻ കഴിയാതെ വഴിവരെ തകർന്ന ആളുകൾ പരാതിയുമായി വന്നു. വെള്ളപ്പൊക്കത്തിൽ, അതായത് വെള്ളം കയറി വീടുകൾ ദുരിതമനുഭവിക്കുന്ന, അവരുടെ വീട്ടുപകരണങ്ങളൊക്കെ നഷ്ടമായ ആളുകളുണ്ട്. കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ആളുകൾ, വ്യാപാരി സമൂഹം തുടങ്ങിയ ആളുകളാണ് പരാതിയുമായി രംഗത്ത് വന്നത്. അവരുടെ എല്ലാം പരാതി അദ്ദേഹം സ്വീകരിക്കുകയും വേണ്ട നടപടികൾ നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു. കടുത്ത മഴയെയും അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം വിവിധ പ്രദേശങ്ങളിൽ, ഈ ദുരിതബാധിത മേഖലകളിലൊക്കെ സന്ദർശിക്കുന്നതിനായി അദ്ദേഹം എത്തിയത്. ഇന്നത്തെ ഒരു ദിവസം മുഖ്യമന്ത്രി ഈ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, റാന്നി മേഖലയിലാണ് ചെലവഴിച്ചത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് റാന്നിയിലെ പ്രോഗ്രാം അവസാനിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം എല്ലാവർക്കും വേണ്ട സഹായങ്ങളൊക്കെ നൽകും, പ്രത്യേക പരിഗണന സർക്കാർ എടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുകയായിരുന്നു. നഷ്ടപ്പെട്ട റാന്നിയിലെ വ്യാപാരികൾക്ക് ഒരു ജീവിതം തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ മറ്റൊരു അഭ്യർത്ഥന. മഴ പെയ്താൽ വെള്ളക്കെട്ടാവുന്ന പകർച്ചവ്യാധി ബാധിക്കുന്ന റാന്നിയിലെ ATM ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിന്റെ നവീകരണത്തിന് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത് ആ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് വേണ്ടി ഏറ്റുവാങ്ങിയ സ്ഥലത്തിന്റെ പണം സർക്കാർ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാൻ സംഭവിച്ചിട്ടുണ്ട്. അത് വേഗത്തിലാക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ തന്നെ പ്രളയത്തിൽ അടിസ്ഥാന സൗകര്യമില്ലാതെ പ്ലാസ്റ്റിക് ചാക്കിന് കീഴിൽ കഴിയുന്ന ഈ ശബരിമലയ്ക്ക് തൊട്ട് താഴെയുള്ള ആദിവാസി കോളനികളിൽ അവർക്ക് വീട് വയ്ക്കാൻ പണം കൊടുത്തിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കാൻ നിർദ്ദേശം കൊടുക്കണം. പട്ടികവാദി കോളനികൾ നിർമ്മാണിക്കാനുള്ള ആദിവാസികളാണ്. എല്ലാ വെള്ളപ്പൊക്കത്തിലും പൂർവ്വവുമായി എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വെച്ചോശ്ശേര പഞ്ചായത്തിലെ കുരുമ്പൻമുടിയിലെയും അരയാഞ്ഞിരിമണ്ണിലെ ജനങ്ങൾക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2 പാലങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ആ പാലങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞില്ല. അവസാന സമയത്താണ് അദ്ദേഹം വാഗ്ദാനം കൊടുത്തത്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ നാടിനെ ഏറെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ നടപടി ചെയ്യുമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അത് CPM-കാര് പറഞ്ഞാലും ആര് പറഞ്ഞാലും നിങ്ങളെ ഞാൻ പറഞ്ഞുതരാം. ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇറങ്ങില്ല. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ടിരിക്കുക. ഈ നാണം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. MLA-മാർ പരാതി പറഞ്ഞു. പല വീടുകളിൽ നിന്നും
നമ്മൾ ഇവാക്യുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ പോരുന്നില്ല. അവർ ചില വീട്ടിലൊക്കെ രണ്ടാമത്തെ നിലയിലൊക്കെ നിൽക്കുകയാണ്. അത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയി അവർ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ആ അപേക്ഷ പരിഗണിച്ച് ഈ ഇവാക്യുവേഷൻ നടത്തുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലത്ത് അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഞാൻ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളൊക്കെ ക്യാമ്പാടത്തിൽ പരിചയമുള്ളവരാണ്. ചിലർ വരില്ല, ചിലർ പോയില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കും. ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത് ഭയങ്കര റിസ്ക്കാണ്. പോകുന്ന ആളുകൾ കൂടി, രക്ഷാപ്രവർത്തകർ കൂടി റിസ്ക് ആവും. അതുകൊണ്ട് പൂർണ്ണമായി എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.